ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ജ്വല്ലറിയിൽ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണെന്ന്. കുട്ടികളുടെ ഒരു ചിത്രരചനാ മത്സരമാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വരാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കുട്ടികളെല്ലാവരും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ജ്വല്ലറിയും അതുപോലെ അവിടെ എൻ്റെ വർക്ക് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ കുട്ടികളുടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് തനുവും അതുപോലെ ഇക്കാൻ്റെ ചെറിയ മോന് അഫ്രീദുമാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പ്രോഗ്രാമായിരുന്നു. അപ്പോൾ 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ എത്തുമ്പോഴേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വൈകിട്ടാണ് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇക്കാകാൻ്റെ മോന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തി. പിന്നെ അതും കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് തനു വന്നത് കേട്ടോ. തനു ഇക്കൊക്കെ കൂടിയിട്ട് വന്നത്. എന്താ പറഞ്ഞാൽ ഇക്ക ഇവിടെ നിന്ന് വരുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം വൈകി. എനിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഷോപ്പിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം പണിക്കൂലിയിൽ ഓഫറൊക്കെ ഇട്ടതുകൊണ്ട് രാവിലെ മുതൽ തന്നെ കുറേ കസ്റ്റമേഴ്സിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവർ വരുന്ന കാണാണ്ടായപ്പോൾ വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിളിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ആര് പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്ന സമയത്ത് കമൻറ്റ് ഇടാറുള്ള ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. വീഡിയോ കാണുന്ന ആളാണ്, ജ്വല്ലറിയിൽ വരുന്നുണ്ട്, നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അവരിന് നേരിട്ട് കാണാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. അവൻ്റെ മോള് അന്ന് ചിത്രരചനയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ചിട്ട് കുറേ പേര് എന്നെ കണ്ടപ്പോൾ മനസ്സിലായി, വീഡിയോയിൽ കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണാറുണ്ട്, വ്ളോഗൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എപ്പോഴും കാണാറുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ഇങ്ങനെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. സമയം ഏകദേശം അവസാനിക്കാറായി, 5 മിനിറ്റും കൂടിയേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് തനു കയറി വരുന്നത് കേട്ടോ. പിന്നെ അവൾ വന്നപ്പോൾ പിന്നെ വേഗം എന്തൊക്കെയോ പഠിച്ചു വെച്ചത് എന്തൊക്കെയോ ചെറിയ രീതിയിൽ അങ്ങനെ വരച്ചു വെച്ചു. പിന്നെ അന്നത്തെ ചിത്രരചനയിൽ ഏകദേശം ഒരു 67 കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളായിരുന്നു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഇക്കാൻ്റെ മോനക്കാണ് കേട്ടോ. അവന് പ്രോഗ്രാം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവന് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് കളർ കൊടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല തോന്നണു. അപ്പോൾ അവൻ്റെ ചിത്രം എനിക്ക് കയ്യിൽ കിട്ടിയില്ല കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോലും കുറെ പേര് ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ട്രൈ ചെയ്തവർക്കുള്ള ഗിഫ്റ്റുകൾ, അതായത് പ്രോത്സാഹന സമ്മാനങ്ങളാണ് നമ്മൾ ആദ്യം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 പ്രൈസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ആദ്യം വരുന്ന കുറച്ച് പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. അത് ഈ പേര് വിളിക്കുന്നവര് ഒന്ന് വരിക. ഓക്കെ. തനു വരച്ച ചിത്രം ഇതാണ് കേട്ടോ. അവൾ വീട്ടിൽ നിന്നൊക്കെ നല്ല വലിയ ഫ്ലവർ പോലെയൊക്കെ വരച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. വന്നെത്തിയപ്പോൾ സമയം വൈകി. അപ്പോൾ പിന്നെ അവൾ വേഗം അവൾക്ക് സിമ്പിളായിട്ട് എങ്ങനെയുള്ള രീതിയിൽ അവൾ അങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. തനു ഗിഫ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ഇതെന്താ? അത് അവിടെ പിന്നെ ഇക്കാനെ എല്ലാവർക്കും അറിയാം. അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുള്ള പരിചയം, അതുപോലെ നേരിട്ട് എന്നെ കൊണ്ടാക്കാൻ വരുന്ന സമയത്തുള്ള പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കാനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇക്കാനത്ത് എല്ലാവരും കൂടി അങ്ങനെ സംസാരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് പിന്നെ ഇക്കാക്ക് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഏകദേശം ഒരു 5:30, 5:45 ആയപ്പോഴേക്കും കുട്ടികളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസൊക്കെ കൊടുത്ത് പിന്നെ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തനുവിനും ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെയും കസ്റ്റമേഴ്സിന് തിരക്കുണ്ടായിരുന്നു. കുറേ സമയമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഒപ്പം പോകാൻ ഈ കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങനെ ഒപ്പം പോകാമെന്ന് പറഞ്ഞ് കുറേ നേരം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തിരക്കുമല്ലേ, പെട്ടെന്ന് അങ്ങനെ ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇനി പോട്ടെ, ഇനിയിപ്പോൾ നീ ഓട്ടോ വിളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാനും കുട്ടികളും കൂടിയിട്ട് അങ്ങനെ ഓട്ടോ വിളിച്ച് പോവുകയാണ് ചെയ്തത് വീട്ടിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുട്ടികൾക്ക് തൊട്ടടുത്താണ് കേട്ടോ സാഫ്രോൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുട്ടികൾക്ക് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ, ബൈ. തനുവിന് കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കണം കേട്ടോ. പ്രോത്സാഹന സമ്മാനം എല്ലാം കഴിയാനായിട്ട് വന്നു അല്ലേ? വഴുകി ഇങ്ങനെയല്ല, അത് തൂക്കാനാ. തുറന്നു കൊടുക്കുന്നില്ല. എനിക്ക് തുറക്കാൻ